Hi all, welcome to Competitive Cracker. I'm Soumya. നമ്മുടെ HSST ബോട്ടണിയുടെ നോട്ടിഫിക്കേഷൻ വന്നു, പഠനമൊക്കെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് പഠനത്തിൻ്റെ നമ്മൾ പറഞ്ഞു, നമ്മൾ തിയറി പഠിക്കുക മാത്രം പോരാ, അതിൻ്റെ കൂടെ എത്രയും പോർഷൻസ് നമ്മൾ പഠിച്ചോ ആ പോർഷൻസിൻ്റെ PYQും പ്രാക്ടീസ് വേണം അല്ലേ. എങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ PYQ സെഷൻ ഡിസ്കഷൻസ് നടത്തിയിരുന്നു. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 2020 നടത്തിയിട്ടുള്ള HSST നമ്മുടെ PSC നടത്തിയിട്ടുള്ള HSST ബോട്ടണിയുടെ മൊഡ്യൂൾ 1 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ മൊഡ്യൂൾ 1 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറെ ഒരു എക്സാം, അതായത് ഏതാണ് എക്സാം? 050-2018 എന്ന് പറയുന്ന HSST ബോട്ടണി PSC നടത്തിയ വേറൊരു എക്സാമിൻ്റെ മൊഡ്യൂൾ 1 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് PYQ പ്രാക്ടീസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം, നമ്മൾ പഠിക്കുക, അത്രയും പോർഷൻസിൻ്റെ PYQ സെഷൻസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഏതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? Branched filamentous extensively growing protonema. ഏതാണ്? branched filamentous extensively growing protonema is the characteristic feature of the class. ഏത് ക്ലാസ്സിൻ്റെയാണ് പ്രോട്ടോനീമ എന്ന് പറയുന്ന ഈ ഒരു പ്രത്യേക ഫീച്ചർ ഇതിലെ ബ്രയോഫൈറ്റ്സിലെ ഏത് ക്ലാസ്സിനാണ് ഉള്ളത്? ഓക്കെ, അപ്പം നമ്മൾ മോസ് പഠിച്ചിട്ടുണ്ട്, +2 ക്ലാസ് തൊട്ട് തന്നെ പഠിക്കുന്നതാണ് അല്ലേ. മോസസിൻ്റെ ഫീച്ചറായിട്ട് നമ്മൾ പ്രോട്ടോനീമ പഠിച്ചിട്ടുണ്ട്. അതിനൊരു 2 സ്റ്റേജ് ഉണ്ട് മോസസിൻ്റെ ലൈഫ് സൈക്കിളിൽ, പ്രോട്ടോനീമ സ്റ്റേജ് ആൻഡ് ലീഫി സ്റ്റേജ്. പ്രോട്ടോനീമ എന്ന് പറയുന്നത് സ്പോസ് അല്ലെ, ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോസ് ജെർമിനേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഈസ് ബ്രയോപ്സിഡ അല്ലേ. അപ്പം നമ്മളുടെ ബ്രയോഫൈറ്റ്സിനെ 4 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, 3 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ ഈസ് ഹെപ്പാറ്റിക്കോപ്സിഡ, സെക്കൻഡ് വൺ ഈസ് എൻഡോസെറോട്ടോപ്സിഡ ആൻഡ് തേർഡ് ഈസ് ബ്രയോപ്സിഡ അല്ലേ. ബ്രയോപ്സിഡയിലാണ് മോസസ് വരുന്നത്. അപ്പോൾ ഈ ബ്രയോപ്സിഡയുടെ പെക്യൂലിയർ ഫീച്ചർ ആണ് പ്രോട്ടോനീമ, പ്രസൻസ് ഓഫ് പ്രോട്ടോനീമ സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ആണ് ബ്രയോപ്സിഡ. ഓക്കെ, ഇനി ഹെപ്പാറ്റിക്കോപ്സിഡയ്ക്ക് താലോയിഡ് ബോഡിയുള്ള ബ്രയോഫൈറ്റ്സ് അല്ലേ. എക്സാമ്പിൾ ഏതാണ്? മാർക്കാൻഷ്യ റിക്സിയാണ്. എൻഡോസെറോട്ടോപ്സിഡയ്ക്ക് എക്സാമ്പിൾ ഏതാണ്? എൻഡോസെറോപ്സ് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ബ്രയോപ്സിഡയാണ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? Appendiculate scales and ligules are present in appendiculate scales. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കെയിൽസ് അറിയാം അല്ലേ. അപ്പൻഡിക്കുലേറ്റ് സ്കെയിൽസ് എന്താണ്, ലിഗ്യൂൾസ് എന്താണ്? ഇത് രണ്ടും ആരിലാണ് കാണപ്പെടുന്നത്? ഈ 4 ഓപ്ഷൻസിൽ ഫസ്റ്റ് വൺ ഈസ് പെലിയ, സെക്കൻഡ് ഈസ് ആൻഡോസെറോസ്, തേർഡ് ഈസ് മാർക്കാൻഷ്യ, ഫോർത്ത് ഈസ് റിക്സിയ. അപ്പം നമ്മൾ ഇത് രണ്ടും എന്താണെന്ന് പറഞ്ഞു, ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു. ഏതിൽ വരുന്നതാണ്? ഹെപ്പാറ്റിക്കോപ്സിഡയിൽ വരുന്ന ഹെപ്പാറ്റിക്കോപ്സിഡയ്ക്ക് എക്സാമ്പിൾസ് ആണ് അല്ലേ. അപ്പോൾ ഈ ഹെപ്പാറ്റിക്കോപ്സിഡയിൽ വരുന്ന മാർക്കാൻഷ്യ ആണ് ഇതിലെ കറക്റ്റ് ഓപ്ഷൻ. എന്താ മാർക്കാൻഷ്യയുടെ പ്രത്യേകത? മാർക്കാൻഷ്യയുടെ ഒരു വെൻട്രൽ ആൻഡ് ഡോർസൽ സൈഡ് ഉണ്ട് അല്ലേ. ഇല്ല, വെൻട്രൽ സർഫസിൽ സ്കെയിൽസ് ഉണ്ടായിരിക്കും. ഈ സ്കെയിൽസിന് അപ്പിക്കൽ അപ്പൻഡേജസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പിക്കലായിട്ട് അപ്പൻഡേജസ് ഉള്ള സ്കെയിൽസ് ഏതിൽ കാണപ്പെടും? മാർക്കാൻഷ്യയിൽ കാണപ്പെടും. പിന്നെ ലിഗ്യൂൾസും സ്ട്രാപ്പ് ലൈക്ക് ലിഗ്യൂൾസും കാണപ്പെടും, വിച്ച് ഈസ് ദ പെക്യൂലിയർ ഫീച്ചർ ഓഫ് താലോയിഡ് മാർക്കാൻഷ്യ. ഓക്കെ, അപ്പോൾ ഈ 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആൻസർ? മാർക്കാൻഷ്യ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയല്ലോ 2 ക്വസ്റ്റ്യൻസും? ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ലൈക്കോപോഡിയം ഈസ് കോമൺലി കോൾഡ് ആസ്. ലൈക്കോപോഡിയത്തിനെ എന്താണ് പറയാം? കോമൺലി ലൈക്കോപോഡിയം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓക്കെ, നോക്കാം. ലൈക്കോപോഡിയം പീറ്റ് മോസ് ആണോ, ക്ലബ് മോസ് ആണോ, മോസ് ആണോ, റിസറക്ഷൻ പ്ലാന്റ് ആണോ? നോക്കിക്കോളൂ, ഏതാണ് ലൈക്കോപോഡിയം? ലൈക്കോപോഡിയം ഈസ് ക്ലബ് മോസ് ആണ് അല്ലേ. എന്താ ക്ലബ് മോസ് എന്ന് പറയാൻ കാരണം അല്ലേ? ക്ലബ് മോസ് ആണ് ലൈക്കോപോഡിയം. അപ്പോൾ ആരാ പീറ്റ് മോസ്? പീറ്റ് മോസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രയോഫൈറ്റ് ആയിട്ടുള്ള സ്വാഗ്നാണ്. സ്വാഗ്നം അല്ലെ, സ്വാഗ്നാണ്
പീറ്റ് മോസ് കോളൊക്കെ കിട്ടുന്നത്. മോസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രയോപ്സിഡയിൽ വരുന്ന അറിയാം, ഒറിജിനൽ മോസ്. റിസറക്ഷൻ പ്ലാൻ എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ സെലാജിനല്ലയാണ് അല്ലേ. അപ്പം 4 നമുക്കറിയാം ഏതാണെന്ന്. പീറ്റ് മോസ് എന്നറിയപ്പെടുന്നത് ആരാണ്? സ്ഫാഗ്നമാണ്. ക്ലബ് മോസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ക്ലബ് മോസ് നമ്മുടെ ലൈക്കോപോഡിയാണ്. മോസ് ഒറിജിനൽ മോസ് അല്ലേ ബ്രയോപ്സിഡയിൽ വരുന്നത്. റിസറക്ഷൻ പ്ലാന്റ് ഈസ് സെലാജിനല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആണ് ഏതാണ്? ലൈക്കോപോഡിയം ഈസ് കോമൺലി നോൺ ആസ് ക്ലബ് മോസ്. ഓക്കെ, 4th ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ നെയിം ഓഫ് സ്റ്റീൽസ് ഓഫ് ടെർഡോഫൈറ്റ്സ് വേർ ഫ്ലോയം ഫൗണ്ട് ഓൺ ബോത്ത് സൈഡ് ഓഫ് സൈലം? ഓക്കെ, ഇപ്പോൾ ഇത് ടെർഡോഫൈറ്റ്സിലെ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റീൽസ്, സ്റ്റീൽ, സൈഫണോ സ്റ്റീൽ, കുറേ ടൈപ്പ് സ്റ്റീൽസിൻ്റെ സ്റ്റീലാർ എവല്യൂഷൻ ഇൻ ടെർഡോഫൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഉണ്ട്. അതിൽ നിന്ന് ഷുവർ ക്വസ്റ്റ്യൻ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്താണ്? വാട്ട് ഈസ് ദ നെയിം ഓഫ് സ്റ്റീൽസ് ഓഫ് ടെർഡോഫൈറ്റ്സ് വേർ ഫ്ലോയം ഫൗണ്ട് ഓൺ ബോത്ത് സൈഡ് ഓഫ് സൈലം? സൈലത്തിൻ്റെ 2 സൈഡിലും ഫ്ലോയം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്റ്റീലിന് എന്താ പറയുക? ഓക്കെ, ഇതാണ് ഫ്ലോയം. ഇവിടെ ഫ്ലോയാണ്. ഓക്കെ, ഈ ഫ്ലോയത്തിൻ്റെ ഇവിടെയും സൈലുണ്ട്, ഇവിടെയും സൈലുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഇവിടെ സൈലുണ്ട്, ഇവിടെയും സൈലുണ്ട്, ഇവിടെ ഫ്ലോയം. അപ്പോൾ ഫ്ലോയത്തിൻ്റെ 2 സൈഡിലും സൈലം കാണുന്നുവെങ്കിൽ ആംഫി മീൻസ് ബോത്ത് സൈഡ് ഓഫ് ഫ്ലോയം അല്ലേ. അങ്ങനെയുണ്ടെങ്കിൽ ആ ഒരു സ്റ്റീലാർ കണ്ടീഷനെ നമ്മൾ എന്താ പറയുക? സൈഫണോ സ്റ്റീൽ എന്നാണോ, ഡിക്റ്റിയോ സ്റ്റീൽ എന്നാണോ, സൊളനോ സ്റ്റീൽ എന്നാണോ, ആംഫിഫ്ലോയിക് സൈഫണോ സ്റ്റീൽ എന്നാണോ? ആംഫിഫ്ലോയിക് സൈഫണോ സ്റ്റീൽ. 2 സൈഡിലും സൈലം അല്ലേ, ഫ്ലോയത്തിൻ്റെ 2 സൈഡിലും സൈലം കാണുന്ന ആ സ്റ്റീലാർ കണ്ടീഷനെ പറയുന്ന പേരാണ് അല്ലേ ആംഫിഫ്ലോയിക് സൈഫണോ സ്റ്റീൽ. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5th ക്വസ്റ്റ്യൻ ഈസ് ദ സ്മോളസ്റ്റ് ജിംനോസ്പം. ലാർജസ്റ്റ് നമ്മൾ, ലോങ്ങസ്റ്റ്, ടോളസ്റ്റ് നമ്മൾ പഠിച്ചു, റെഡ്വുഡ്സ് ഒക്കെയാ അല്ലേ. ഏതാണ് ഏറ്റവും ചെറിയ ജിംനോസ്പം? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്ലവർലെസ് ആയിട്ടുള്ള സീഡഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ട്രീ ലൈക്ക് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്, വലിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെന്ന് അല്ലേ. വളരെ ചെറിയ ജിംനോസ്പമും ഉണ്ട്. ഏതാണ് ഏറ്റവും ചെറിയ ജിംനോസ്പം എന്നറിയപ്പെടുന്നത്? ഇതിൽ ഈ ഫോളോയിങ് ഓപ്ഷൻസിൽ സാമിയ പിഗ്മിയ, സൈക്കസ്, ടാക്സസ് ആൻഡ് യോൺ. ഇതിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സാമിയ പിഗ്മിയ ആണ് ദ സ്മോളസ്റ്റ് ജിംനോസ്പം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ദ കറക്റ്റ് ഓപ്ഷൻ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഏതാണ്? ഓപ്ഷൻ എ. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സൈക്കസ് ഫുഡ് ഈസ് മോണോസൈലിക്, ഹാപ്ലോസൈലിക്, മാനോസൈലിക്, പിഗ്നോസൈലിക്? ഏതാണ് ആൻസർ? മോണോസൈലിക് ഒരു സൈലം അല്ലേ, ഹാപ്ലോസൈലിക്, മാനോസൈലിക്, പിഗ്നോസൈലിക്? ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഏതാണ്? അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൈലം അല്ലേ, അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൈലം അല്ലേ. എന്താണെങ്കിൽ നമ്മുടെ ആൻജിയോസ്പേമിൻ്റെ വുഡിൻ്റെ പ്രത്യേകത എന്താണ്? ഭയങ്കര ഹാർഡായിട്ടുള്ള വുഡായിരിക്കും അല്ലേ. പക്ഷേ ജിംനോസ്പേമിൻ്റെ വുഡ് അത്ര ഹാർഡല്ല അല്ലേ, സോഫ്റ്റ് ആയിട്ടുള്ള സൈലം വെസൽസ് ഒക്കെയുള്ള എന്താണ് വുഡ്. ആ ടൈപ്പ് വുഡിനെ പറയുന്ന പേരാണ് മാനോസൈലിക് എന്ന് പറയുന്നത് അല്ലേ. അതായത് നമ്മൾ പ്ലൈവുഡ് ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്കണോമിക് ഇമ്പോർട്ടൻറ്റ് ഓഫ് ജിംനോസ്പേമിൽ പഠിച്ചിട്ടുണ്ട്. പ്ലൈവുഡ് ഒക്കെ ഉണ്ടാക്കുന്നത് ഏതിൻ്റെ ജിംനോസ്പേമിൻ്റെ വുഡ് കൊണ്ടാണ് അല്ലേ. ആ വുഡ് എന്താണെങ്കിൽ നമ്മൾ മൈക്രോ ബാക്ടീരിയൽ ആക്ടിവിറ്റീസ് ഉണ്ടായിട്ട് അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് അല്ലേ. അത്ര സ്ട്രോങ് അല്ല. അങ്ങനെയുള്ള വുഡിന് എന്താണ് പറയുക? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, മെനോസൈലിക് വുഡ് എന്നാണ് പറയുക. സ്ട്രോങ് ആയിട്ടുള്ള വുഡിനെ നമ്മൾ പറയുന്ന പേരാണ് ഏതാണ്? പഠിച്ചിട്ടുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് മെനോസൈലിക് വുഡ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ദ സൈക്കസ് വുഡ് ഈസ് മെനോസൈലിക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which of them is small size tree? ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നീറ്റം മുല, നീറ്റം നിമോൺ, നീറ്റം ലാറ്റിഫോളിയം, നീറ്റം മൊണ്ടാനം. ഓക്കെ, ഏതാണ് സ്മോൾ സൈസ് ട്രീ? അപ്പോൾ നമുക്കറിയാം നീറ്റം ഉല പോലുള്ള ഇവരെല്ലാം എന്താണ്? വുഡി ക്ലൈംബേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 7th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദം ഈസ് സ്മോൾ സൈസ് ട്രീ? ഏതാണ് ഈ 4 ഓപ്ഷനിൽ സ്മോൾ സൈസ് ട്രീ ആയിട്ടുള്ളത്? അപ്പോൾ നമുക്കറിയാം ഇതെല്ലാം നീറ്റമുള്ള, നീറ്റം നിമോൺ, നീറ്റം ലാറ്റിഫോളിയം, നീറ്റം മൊണ്ടാനോ അല്ലേ. നീറ്റത്തിൻ്റെ ഡിഫറെൻറ്റ് സ്പീഷീസ് ആണ്. അപ്പോൾ നീറ്റം സ്പീഷീസ് നമുക്കറിയാം ജിംനോസ്പേം ആണ് നീറ്റം,
അല്ലേ? അതെന്താണ്? സീഡ്ലെസ് പ്ലാന്റ് ആണ്. സീഡഡ് ഫ്ലവർലെസ് പ്ലാന്റ് ആണ് അല്ലേ? ചെറിയ സാമിയ തൊട്ട് റെഡ് വുഡ് സെക്വയ വരെയുള്ള പ്ലാന്റ്സുകൾ അതിലുണ്ട്. അപ്പം നീറ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വുഡി ക്ലൈംബേഴ്സ് ആണ് നീറ്റം അല്ലേ? മിക്കവാറും നീറ്റം എന്ന് പറയുന്നത് വുഡി ക്ലൈംബേഴ്സ് ആണ്. പക്ഷേ നമ്മുടെ നീറ്റം നിമോൺ എന്ന് പറയുന്നത് എന്താണ്? നീറ്റം നിമോണിൻ്റെ പ്രത്യേകത? നീറ്റം നിമോൺ ഈസ് എ എന്താണ്? അതൊരു സ്മോൾ സൈസ് ആയിട്ടുള്ള ഒരു ട്രീ ആണ്. കുഞ്ഞൊരു എന്താണ്? ചെറിയ സൈസുള്ള ഒരു ട്രീ ആണ്. ബാക്കിയുള്ളവരെല്ലാം എങ്ങനെയാണ് കാണപ്പെടുന്നത്? വുഡി ക്ലൈംബേഴ്സ് ആയിട്ടാണ്. വുഡി ആയിട്ടുള്ള ക്ലൈംബേഴ്സ് ആയിട്ട് കാണുന്നവരാണ്. ഓക്കെ, ഇതിൽ നീറ്റം നിമോൺ ആണ് എങ്ങനെ കാണപ്പെടുന്നത്? സ്മോൾ സൈസ് ട്രീ ആയിട്ട് കാണപ്പെടുന്ന നീറ്റം സ്പീഷീസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യനിലെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, 8th ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് വരുന്ന ടോപ്പിക്കാണ്? പ്രൊഫസർ ബീർബൽ സാഹ്നി പാലിയോ ബോട്ടണി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വരുന്നത് അല്ലേ? മൊഡ്യൂൾ 1 പാലിയോ ബോട്ടണിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. എന്താ ബീർബൽ സാഹ്നിയുടെ പ്രത്യേകത? ഫാദർ ഓഫ് ബീർബൽ സാഹ്നി എന്ന് പറയുമ്പോൾ ഒപ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആൻസേഴ്സ് വരുന്നു അല്ലേ? ഫാദർ ഓഫ് ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ ഫാദറാണ് ആര്? ബീർബൽ സാഹ്നി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ ബോട്ടണി കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇന്ത്യൻ പാലിയോ ബോട്ടണിയുടെ ഫാദറാണ് നമ്മുടെ ആരാണ്? പ്രൊഫസർ ബീർബൽ സാഹ്നി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, പ്രൊഫസർ ബീർബൽ സാഹ്നി. ഓക്കെ, 9th ക്വസ്റ്റ്യൻ വിച്ച് ടൈപ്പ് ഓഫ് ഫോസിൽ ഈസ് ദ കോൾ? വിച്ച് ടൈപ്പ്? പാലിയോ ബോട്ടണിയിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ് കോൾ എന്ന് പറയുന്നത് അല്ലേ? കോൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അത് എങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്? പെട്രിഫാക്ഷൻ വഴി ഉണ്ടായിട്ടുള്ളതാണോ? ഇംപ്രഷൻ ആണോ? ഇൻക്രസ്റ്റേഷൻ ആണോ? ഡീകംപ്രഷൻ ആണോ? എന്താണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഈസ് ഡി. എന്താ കംപ്രഷൻ എന്ന് പറയുന്നത്? ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സ് ഓഫ് പ്ലാന്റ്സ് എല്ലാം ഇങ്ങനെ കംപ്രസ് ചെയ്ത് വളരെ സമയം എടുത്ത് കംപ്രസ് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ കിട്ടിയ ഒരു ഫോസിലാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കോൾ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ വിച്ച് ടൈപ്പ് ഓഫ് ഫോസിൽ ഈസ് ദ കോൾ? കോൾ എന്ന് പറയുന്നത് കംപ്രഷൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഒരു എന്താണ്? പ്രൊഡക്റ്റാണ്, ഫോസിൽ പ്രൊഡക്റ്റാണ് കോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 10th ക്വസ്റ്റ്യൻ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫോസിൽ ജിംനോസ്പെം? ഈ പറയുന്ന 4 ഓപ്ഷൻസിൽ ഏതാണ് ഫോസിൽ ജിംനോസ്പെം അല്ലാത്തത്? ഓക്കെ, ഏതൊക്കെയാണ് ഓപ്ഷൻസ്? വില്യംസോണിയ, ഗ്ലോസോപ്റ്ററിസ്, റൈനിയ, കോർഡൈറ്റാന്തസ്. ഓക്കെ, ഇതിൽ 3 എന്താണ്? ജിംനോസ്പെം ആണ്. ഒരെണ്ണം ഫോസിൽ ടെറിഡോഫൈറ്റ് ആണ്. എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇതിലേതാണ് ഫോസിൽ ടെറിഡോഫൈറ്റ്? നമ്മുടെ വില്യംസോണിയ, ഗ്ലോസോപ്റ്ററിസ്, കോർഡൈറ്റാന്തസ് ഇതെല്ലാം ഏതാണ്? ഫോസിൽ ജിംനോസ്പെം ആണ് അല്ലേ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഈസ് നോട്ട് എ ഫോസിൽ ജിംനോസ്പെം. ഇതിലേതാണ് ഫോസിൽ ജിംനോസ്പെം അല്ലാത്തത് എന്നാണ് പറയുന്നത്. നോട്ട് എ ഫോസിൽ ജിംനോസ്പെം. അപ്പോൾ ഇതിൽ ഒരാൾ വരുന്നത് ഫോസിൽ ടെറിഡോഫൈറ്റ് ആണ്. ഫോസിൽ ടെറിഡോഫൈറ്റ് ആയിട്ടുള്ള ആൾ ആരാണ്? റൈനിയാണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ പാലിയോ ബോട്ടണി വന്നു, ടെറിഡോളജി, ജിംനോസ്പെം, ഇതെല്ലാ ടോപ്പിക്കുകളും ഏകദേശം കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് 10 മാർക്കിൽ നമ്മൾ മൊഡ്യൂൾ 1 10 ഡിഫറെൻറ്റ് പാർട്സിലായിട്ട് ഒരു 10 ക്വസ്റ്റ്യൻസ് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവാം നമ്മൾ പഠിച്ച ടോപ്പിക്കുകളൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നവർക്ക് അല്ലേ സിമ്പിളായിട്ട് ഈ ആൻസർ എല്ലാം നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഈസ് നോട്ട് എ വൈറസ് ഡിസീസ്. ഓക്കെ, നമ്മളൊരു കോഡ് തന്നിട്ടുണ്ട്. വൈറസ് ഡിസീസ് പഠിക്കാനായിട്ട് ഒരു കോഡ് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിരുന്നു അല്ലേ? ഏതാണ് കോഡ്? നമുക്കറിയാം, മൈക്രോ ഓർഗാനിസം ദാറ്റ് കോസസ് ഹാംഫുൾ ഡിസീസസ് ടു പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ആരൊക്കെയാണ്? വൈറസ് ഉണ്ട്, ബാക്ടീരിയാസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്. മലേറിയ വരുത്തുന്നത് ഒരു പ്രൊട്ടിസ്റ്റിയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ പ്ലാസ്മോഡിയം പോലുള്ള പ്രൊട്ടിസ്റ്റ് മൈക്രോ ഓർഗാനിസംസ് ആണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൺഫ്യൂഷൻസ് ആണ്. ബാക്ടീരിയ പരത്തുന്നത് ഏതാണ്? ബാക്ടീരിയ പരത്തുന്ന അസുഖങ്ങൾ ഏതാണ്? വൈറസ് പരത്തുന്ന അസുഖങ്ങൾ ഏതാണ് അല്ലേ? അപ്പോൾ വൈറസ് പരത്തുന്ന അസുഖങ്ങൾക്ക് പഠിക്കാനായിട്ട് നമ്മളൊരു കോഡ് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? വൈറസ് ഡിസീസസിന് ഒരു കോഡ്. ഏതാ കോഡ്? DYSP മിസ്റ്റർ
ER ഹംസ. 2 H പഠിക്കാൻ പറഞ്ഞു. ഹംസ ഹംസ ICCC. ഓക്കെ, പറഞ്ഞോളൂ ഏതാണ് അസുഖങ്ങൾ? ഏതാ? വൈറസ് മൂലം നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ. ഏത് ടോപ്പിക്കിലാണ് വരുന്നത്? ഇത് മൊഡ്യൂൾ 1 മൈക്രോബയോളജിയിൽ വരുന്ന ടോപ്പിക്കാ അല്ലേ? അപ്പോൾ ഇതെന്താ, ഇത് സുവോളജി ആയിട്ട് ബന്ധപ്പെട്ടതാണെന്ന് തോന്നരുത്. നമ്മൾക്ക് പഠിക്കാനുണ്ട് മൈക്രോബയോളജിയിൽ നമ്മൾ പഠിച്ച ടോപ്പിക്കാണ്. അപ്പോൾ വിച്ച് ഈസ് നോട്ട് എ വൈറസ് ഡിസീസ്. അപ്പോൾ വൈറസസിന് നമ്മൾ കോഡ് പഠിച്ചിട്ടുണ്ട്. വൈറസ് അല്ലാത്തതാണ് ചോദിച്ചു നോക്കുന്നത്. അപ്പോൾ ഇതിലല്ലാത്ത ആളായിരിക്കും അല്ലേ? അപ്പോൾ വൈറസ് ഡിസീസസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞോളൂ. ഫസ്റ്റ് വൺ ഏതാണ്? ഡെങ്കി ഫീവർ. Y for yellow fever. S for SARS. P for polio. M for measles. R for rubella. E for Ebola. R for rabies or hydrophobia. പേപ്പട്ടി വിഷബാധ. H for herpes. Another H for hepatitis. A for AIDS. അല്ലേ? ഹംസ. HA ഹംസ. A for AIDS. M for ഇവിടെ പഠിച്ച എം മീസൽസ് ആൻഡ് റൂബലി ആയിരുന്നു. ഇവിടെ മംസ്, നമുക്കറിയാം തൊണ്ടിവീക്കം, മുണ്ടിനീര് എന്നൊക്കെ പറയല്ലേ, ഇവിടെ ഒരു നീര് വരുന്ന അവസ്ഥ. മംസ് ഇസ് എ വൈറൽ ഡിസീസ്. എസ് ഫോർ സ്വൈൻ ഫ്ലൂ, പന്നിപ്പനി. എ ഫോർ ഏവിയൻ ഫ്ലൂ, പക്ഷിപ്പനി. ഐ ഫോർ ഇൻഫ്ലുവൻസ. സി ഫോർ ചിക്കൻ പോക്സ്, ചിക്കൻ ഗുനിയ. ആൻഡ് ലാസ്റ്റ് സി ഫോർ കോമൺ കോൾഡ്. ഓക്കെ, അപ്പോൾ വൈറൽ ഡിസീസസ് പഠിക്കാനായിട്ട് നമ്മൾ കോഡ് ഇട്ടിട്ടുണ്ട്. ഈ കോഡ് ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കുക. അപ്പം നോക്കുക, വിച്ച് ഈസ് നോട്ട് എ വൈറസ് ഡിസീസ്. ഇതിലേതാണ് വൈറസ് ഡിസീസ് അല്ലാത്തത്? വളരെ സിമ്പിളായിട്ട് പറയാം. നമ്മളിതിൽ എന്ത് പഠിച്ചിട്ടില്ല? ഏത് പഠിച്ചിട്ടില്ല? ഡിഫ്തീരിയ എന്ന് പറയുന്ന ഒരു അസുഖം പഠിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, DYSPയുടെ ഡി ഡിഫ്തീരിയ ആയിട്ട് പറയരുത്, ഡെങ്കിപ്പനിയാണ് കേട്ടോ. ഡെങ്കു ഫീവർ ഈസ് എ വൈറൽ ഫീവർ ആണ്. അപ്പോൾ ഡിഫ്തീരിയ എന്ന് പറയുന്ന ഒരു അസുഖം നമ്മളിവിടെ വൈറൽ ഡിസീസസിൽ പഠിച്ചിട്ടില്ല. പംസ് പഠിച്ചു, റേബിസ് പഠിച്ചു, ഹെർപ്പീസ് പഠിച്ചു അല്ലേ? ഇതെല്ലാം വൈറൽ ഡിസീസസ് ആണ്. അപ്പോൾ ഇതിൽ വൈറൽ ഡിസീസ് അല്ലാത്തത് ഏതാണ്? ഡിഫ്തീരിയ. അപ്പോൾ ഡിഫ്തീരിയ എന്തിന് എക്സാമ്പിളാണ്? ഡിഫ്തീരിയ ഈസ് എൻ എക്സാമ്പിൾ ഫോർ ബാക്ടീരിയൽ ഡിസീസ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് ഇതിലേതാണ് വൈറസ് ഡിസീസ് അല്ലാത്തത്. ഇനി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഏതാണ് ബാക്ടീരിയൽ ഡിസീസ് അല്ലാത്തത് അല്ലേ? അപ്പം നമ്മൾ ഇത് പഠിച്ചു വെച്ചാൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റിലൊന്ന് ആൻസർ ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷെ ചിലപ്പോൾ ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ രണ്ടും പഠിച്ചു വെക്കണം. എന്താണ്? ബാക്ടീരിയൽ ഡിസീസസ് ഏതൊക്കെയാണ്, വൈറൽ ഡിസീസസ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് പഠിക്കണം. ഇത്രയും പേജും വീടൊക്കെ പഠിച്ചിട്ടും ചിലരോട് വൈറസ് ഡിസീസ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ, ഒരു അസുഖം ഏതാ പരത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ ബാക്ടീരിയ ആണെന്ന് പറയും, ചിലപ്പോൾ പ്രോട്ടോസോവിയ ആണെന്ന് പറയും. അങ്ങനെ ഒരു കൺഫ്യൂഷൻസ് പാടില്ല. നമ്മൾ ഇത്രയും പഠിച്ചതാണ്, മൈക്രോബയോളജി ഒക്കെ പഠിച്ചത്. അപ്പോൾ കൃത്യമായിട്ട് പറയണം. ഏതെങ്കിലും അസുഖം ചോദിച്ച ഉടനെ തന്നെ അത് ബാക്ടീരിയ ആണ്, അത് വൈറസ് ആണ്. അത് തെറ്റിക്കാൻ നമുക്ക്, അത് തെറ്റിച്ച് പറയുന്നത് ഒരു നാണക്കേട് തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇനി തെറ്റിക്കില്ല. വൈറസ് ഡിസീസ് പഠിക്കാനുള്ള കോഡ് ഓൾറെഡി പഠിച്ചു. ഏതാണ് വൈറസ് ഡിസീസ് പഠിക്കാനുള്ള കോഡ്? DYSP മിസ്റ്റർ ER ഹംസ ICCC. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ബാക്ടീരിയൽ ഡിസീസിന് ഒരു കോഡ് ഇട്ടാലോ? ബാക്ടീരിയൽ ഡിസീസ് എങ്ങനെ പഠിക്കും? ഓക്കെ, ബാക്ടീരിയൽ ഡിസീസ് തെറ്റാതിരിക്കാനായിട്ട് ബാക്ടീരിയൽ ഡിസീസിന് ഒരു കോഡ് ഇട്ടു. ഓക്കെ, എന്താണ്? PP, TTT, LDC, ബ്രോമിൻ ഗ്യാസ്. ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. എന്താണ് കോഡ്? ബാക്ടീരിയൽ ഡിസീസിനുള്ള കോഡാണ് PP, TTT, LDC. നമ്മുടെ LDC എക്സാം ബ്രോമിൻ ഗ്യാസ്. കോഡ് പറഞ്ഞോളൂ, വേഗത്തിൽ പഠിക്കാം. ബാക്ടീരിയൽ ഡിസീസിനുള്ള കോഡാണ് PP, TTT, LDC, BR ഗ്യാസ്. ഓക്കെ, എന്താണ് P? പെർട്ടൂസിസ്, വില്ലൻ ചുമ. ഒപ്പം എഴുതി പോകുക കേട്ടോ, ഞാൻ പറയുന്നു എഴുതുന്നില്ല. P for പെർട്ടൂസിസ്. അടുത്ത P for ന്യൂമോണിയ. നെക്സ്റ്റ് 3 T ഉണ്ട്, ടെറ്റനസ്, ടൈഫോയിഡ്, ട്യൂബർകുലോസിസ്. ഇത് 3ഉം ബാക്ടീരിയൽ ഡിസീസ് ആണ്. അപ്പോൾ PP for പെർട്ടൂസിസ്, ന്യൂമോണിയ. പെർട്ടൂസിസ് എന്താണ്? വില്ലൻ ചുമ. ന്യൂമോണിയ, ടെറ്റനസ്, ടൈഫോയിഡ്, ട്യൂബർകുലോസിസ്. ഇനി LDC നമ്മളൊക്കെ എഴുതുന്ന ഒരു PSC എക്സാം ആണ് അല്ലേ? LDCയുടെ ഫുൾ ഫോം പഠിക്കാം. ലെപ്രസി, കുഷ്ഠം. D for ഡിഫ്തീരിയ. നോക്കൂ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ ഡിഫ്തീരിയ വന്നിട്ടുണ്ട്. വിച്ച് ഈസ് നോട്ട് എ വൈറസ് ഡിസീസ് എന്ന് നമ്മൾ ഡിഫ്തീരിയ എഴുതി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ വൈറസസ് ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡിഫ്തീരിയ ഏതാണ് ഡിഫ്തീരിയയുടെ പാത്തോജൻ? ബാക്ടീരിയ ആണ്. അപ്പോൾ നമ്മളിവിടെ പഠിച്ച LDCയിലെ D for ഡിഫ്തീരിയ, C for കോളറ, ആൻഡ് ബ്രോമിൻ ഗ്യാസിലെ B for ബോട്ടുലിസം.
ഓക്കെ, ഏതാണ് ബോട്ടുലിസം? ഫുഡ് പോയ്സൺ. നമുക്ക് എല്ലാവർക്കും വന്നിട്ടുള്ള അസുഖമാണ് അല്ലെ. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം എന്ന് പറയുന്ന ബാക്ടീരിയ പരത്തുന്ന അസുഖം അല്ലെ, ഡെത്തിന് വരെ കാരണവും ചികിത്സിച്ചില്ലെങ്കിൽ. ഓക്കെ, അപ്പൊ ഏതാണ് അസുഖം? എന്താണ്? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഹീനമായ സാഹചര്യത്തിലുള്ള ഫുഡുകൾ കഴിക്കുന്ന മൂലം ഉണ്ടാകുന്ന അസുഖം. ആ സാഹചര്യത്തിൽ വളരുന്ന ബാക്ടീരിയമാണ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. ജനറൽ PSCക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം എന്ന് പറയുന്ന ബാക്ടീരിയ പരത്തുന്ന എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന അസുഖമാണ് ഫുഡ് പോയ്സൺ. ഫുഡ് പോയ്സൺ ഈസ് ഓൾസോ നോൺ ആസ് ബോട്ടുലിസം. ഓക്കെ, നെക്സ്റ്റ് R4. അവിടെ ഒരു R പഠിച്ചിരുന്നു, റാബീസ്, പേപ്പട്ടി വിഷബാധ. ഇവിടുത്തെ R എന്ന് പറയുന്നത് എലിപ്പനിയാണ്, റാറ്റ് ഫീവർ. ഓക്കെ, ഇനി G4 ഗൊണോറിയ, A4 ആന്ത്രാക്സ്, S4 സിഫിലിസ്. ശ്രദ്ധിക്കുക, ഗ്യാസിലെ G4 ഗൊണോറിയ, a sexually transmitted bacterial disease. A4 ആന്ത്രാക്സ്, കന്നുകാലികളിൽ നിന്ന് മനുഷ്യരിലേക്ക് വ്യാപിക്കുന്ന അസുഖമാണ് ആന്ത്രാക്സ്. Another one is which is again a sexually transmitted bacterial disease. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ പഠിച്ചത്. വൈറസ് പരത്തുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? കോഡാണ് DYSP, മിസ്റ്റർ, ER, ഹംസ, ICCC. എക്സ്പ്ലനേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ബാക്ടീരിയ എന്നുള്ള പാത്തജൻ കോസ് ചെയ്യുന്ന ഡിസീസസ് ഏതൊക്കെയാണ്? കോഡ് PP, TTT, LDC, BR ഗ്യാസ്. P പെർട്ടൂസിസ്, ന്യൂമോണിയ, ടെറ്റനസ്, ടൈഫോയിഡ്, ട്യൂബർകുലോസിസ്. LDC ലെപ്രസി, ഡിഫ്തീരിയ, കോളറ. BR ബ്രോമിൻ, ബോട്ടുലിസം, റാറ്റ് ഫീവർ, ഗ്യാസ്, ഗൊണോറിയ, ആന്ത്രാക്സ് ആൻഡ് സിഫിലിസ്. ഓക്കെ, അപ്പം നമ്മൾ മൊഡ്യൂൾ 1 ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ 050 2018 എന്ന് പറയുന്ന ഈ HSST ബോട്ടണി എക്സാമിലെ 21ഓളം ക്വസ്റ്റ്യൻസ് മൊഡ്യൂൾ 1 നിന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഓൾറെഡി 11 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനിയും 10 മോർ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു 4 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഒരു 25ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്കിനി വേറൊരു സെഷനിൽ കാണാം. ഓക്കെ, അപ്പോൾ മക്കളെ, നമ്മുടെ CCയുടെ HSST ലോങ് ടേം ബാച്ച് ബോട്ടണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അതിൽ വളരെയധികം നല്ല രീതിയിൽ റെക്കോർഡഡ് ക്ലാസ്സസുകളും ലൈവ് സെഷൻസും സൂം ലൈവ് ക്ലാസ്സസുകളും ഡിസ്കഷൻ സെഷൻസും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ജോയിൻ ചെയ്യുക. നിങ്ങളെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾക്ക് ഒരു നല്ലൊരു റിസൾട്ട് അല്ലേ, നല്ലൊരു റാങ്ക് നേടുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു HSST ആസ്പിറൻസിൻ്റെ എല്ലാവരുടെയും ആഗ്രഹം. എന്താണ്? ഒരു നല്ലൊരു റാങ്ക് നേടുക, ഒരു ഹയർ സെക്കൻഡറി അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകനാവുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എത്രയും വേഗം നമ്മുടെ ആപ്പിൽ ഏതിലാണ് CCയുടെ HSST ബോട്ടണി ലോങ് ടൈം ബാച്ചിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ഈ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ, താങ്ക് യു.